മണികൾ മുഴങ്ങിടുമേ സമയമിതാ, തിരികൾ തെളിഞ്ഞിടുമേ നിമിഷമിതാ. അണയാം ബലിവേദിയിൽ നുകരാം തിരുമൊഴികൾ ഒരു മനമായർപ്പിക്കാം ഈ ദിവ്യബലി. അണയൂ പ്രിയ സുധരേ, ഉണരൂ പ്രിയജനമേ. അണയൂ പ്രിയ സുധരേ, ഉണരൂ പ്രിയജനമേ. സമയം ആഗതമാം നാഥനെ വരവേൽക്കാം. സമയം ആഗതമാം നാഥനെ വരവേൽക്കാം. ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ, കൈത്താക്കാലത്തിലെ 6ാം ഞായറാഴ്ചയിലേക്ക് നാം ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ്. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്ന കൃതജ്ഞയുടെ ഒരു ഞായറാഴ്ചയായി നമുക്കിതിനെ കാണാം. സുവിശേഷത്തിൽ എപ്പോഴും ജീവിതത്തിൽ നന്ദിയുള്ളവരാകാനുള്ള ഓർമ്മപ്പെടുത്തലാണ് ഇന്ന് ലൂക്കാ സുവിശേഷകൻ നമുക്ക് നൽകുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് എന്നാണ് പറയുക. നമ്മുടെ ജീവിതത്തിൽ എന്നും നന്ദിയോടെ ജീവിക്കുവാനും ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആവശ്യങ്ങളെല്ലാം ഈ അൾത്താരയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ ഇടവകളിലെ എല്ലാ കുടുംബങ്ങളെയും എല്ലാ നിയോഗങ്ങളെയും, പ്രത്യേകിച്ച് ഈ അവസരത്തിൽ കൊറോണ രോഗത്താൽ ആശുപത്രികളിലും വീടുകളുമായി കോവിഡ് ബാധിച്ച് കഴിയുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. എത്രയും പെട്ടെന്ന് സൗഖ്യം പ്രാപിച്ച് കർത്താവെ അവരെ ഓരോരുത്തരെയും അവിടുന്ന് സ്പർശിക്കണമേ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. ഈ കോവിഡിന് വേണ്ടി ദിനരാത്രങ്ങൾ ജോലി ചെയ്യുന്ന എല്ലാ കോവിഡ് വാരിയേഴ്സിനെയും ആശുപത്രികളെയും എല്ലാം നമുക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ സൗഖ്യം എത്രയും പെട്ടെന്ന് ഈ ലോകം മുഴുവൻ വ്യാപിക്കാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വിശുദ്ധ കുർബാന നമുക്ക് ആരംഭിക്കാം. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നിടാ ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരുക്കിടാം. ഗുരുവിൻ സ്നേഹമോടിയാകം തിരുമുൻപാകെ അണച്ചിടാം. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടി ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും
മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വർലോകത്തിൽ സർവേശ്വരു സ്തുതിഗീതം. ഭൂമിയിലെന്നും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപം ഞങ്ങളെ രക്ഷിക്കണമേ. ഏതുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖന്മാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്ന് ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തൻ മാനവരാക്ഷിക്കായി കാരുണ്യപുരം സ്ഥാപിച്ച് ശ്ലൈഹിക വിശ്വാസത്താൽ പരിപോഷിക്കുന്ന സഭയെ കാരുണ്യപുരം കടാക്ഷിക്കണമേ. രക്ഷയുടെ ഉരുടമായ ദിവരഹസ്യങ്ങൾ യോഗ്യതയോടെ അർപ്പിക്കുവാനും നിരന്തരം അങ്ങേ പാടി പുകഴ്ത്തുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാനിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നും അനവധ്യൻ മമ നാഥാനിൻ മഹിമയ്ക്കളവില്ലറിവോ ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. ആമേൻ. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് നൽകിയിട്ടുള്ളതും എന്നാൽ കതിനെ പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾ കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥ വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യ
നിത്യമഹോന്നതമാം ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. എൻ്റെ കർത്താവേ, നീ സത്യമായി ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവരും ആത്മാക്കളെ രക്ഷിക്കുന്നവരും ജീവനെ നിത്യം പരിപാലിക്കുന്നതുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സുത്യർഹനും ബലവാനും അമർത്തനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ലേവ്യരുടെ പുസ്തകത്തിൽ നിന്നുള്ള വായന. ഗുരു ആശ്രയിച്ചാലും. ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് മോശയോട് അരുളി ചെയ്തു, ഇസ്രായേൽ സമൂഹത്തോട് പറയുക, നിങ്ങൾ പരിശുദ്ധരായിരിക്കുവിൻ. എന്തെന്നാൽ നിങ്ങളുടെ ദൈവവും കർത്താവുമായ ഞാൻ പരിശുദ്ധനാണ്. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുകയും എൻ്റെ സാബത്ത് ആചരിക്കുകയും വേണം. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. വിഗ്രഹങ്ങളെ ആരാധിക്കുകയോ ദേവന്മാരുടെ വിഗ്രഹങ്ങൾ വാർത്തെടുക്കുകയോ ചെയ്യരുത്. ഞാനാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ ധാന്യം കൊയ്യുമ്പോൾ വയലിൻ്റെ അതിർത്തി തീർത്ത് കൊയ്തെടുക്കരുത്. കൊയ്ത്തിനു ശേഷം കാല പെറുക്കുകയും അരുത്. മുന്തിരിത്തോട്ടത്തിലെ ഫലങ്ങളും തീർത്തു പറിക്കരുത്. വീണുടക്കുന്ന പഴം പെറുക്കിയെടുക്കുകയും അരുത്. പാവങ്ങൾക്കും പരദേശികൾക്കുമായി അത് നീക്കിവെക്കുക. ഞാനാകുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ്. നിങ്ങൾ മോഷ്ടിക്കുകയോ വഞ്ചിക്കുകയോ പരസ്പരം വ്യാജം പറയുകയോ അരുത്. എൻ്റെ നാമത്തിൽ കള്ളസത്യം ചെയ്യരുത്. നിങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അശുദ്ധമാക്കുകയും അരുത്. ഞാനാണ് കർത്താവ്. നിങ്ങളുടെ അയൽക്കാരെ മർദ്ദിക്കുകയോ കൊള്ളയടിക്കുകയോ അരുത്. കൂലിക്കാരന് വേതനം നൽകാൻ പിറ്റേന്ന് രാവിലെ വരെ കാത്തിരിക്കരുത്. ചെകിടരെ ശപിക്കുകയോ കുരുടൻ്റെ വഴിയിൽ തടസ്സം വയ്ക്കുകയോ അരുത്. നിങ്ങളുടെ ദൈവത്തെ ഭയപ്പെടുക. ഞാനാണ് കർത്താവ്. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകമായ കൽപ്പനകളുടെയും മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്ന ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമടയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. Second reading. A reading from Paul's first letter to the Thessalonians, chapter 2, verses 1 to 12. Bless me, O Lord. May Christ bless you. You yourselves know, brothers and sisters, that our coming to you was not in vain. But though we have already suffered and been shamefully mistreated at Philippi, as you know, we had courage in our God to declare to you the gospel of God in spite of great opposition. For our appeal does not spring from deceit or impure motives or trickery, but just as we have been approved by God to be entrusted with the message of gospel, even so we speak, not to please mortals, but to please God who tests our hearts. As you know,
and as God is our witness, we never came with words of flattery or with a pretext for greed. Nor did we seek praise from mortals, whether from you or from others. Though we might have made demands as apostles of Christ, but we were gentle among you like a nurse tenderly caring for her own children. So deeply do we care for you that are determined to share with you not only the gospel of God but also our own selves, because you have become very dear to us. You remember our labor and toil, brothers and sisters. We worked night and day so that we might not burden any of you while we proclaim to you the gospel of God. You are witness, and God also, how pure, upright, and blameless our conduct was toward your believers. As you know, we dealt with each one of you like a father with his children, urging and encouraging you and pleading that you lead a life worthy of God, who calls you into his own kingdom and glory. This is the word of the Lord. Praise be to Christ our Lord. ഹല്ലേലൂയ പാടിയിടുന്നേ, ഹല്ലേലൂയ 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 പാടിയിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നല്ലൊരാശയമെന്മനതാരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുൻപിൽ കീർത്തനം മധുവാ ഞാനതൊഴുക്കിടട്ടെ. ഏറ്റമനുഗ്രഹപൂരിതം കവിതൻ തൂലിക പോലെന്നാവിപ്പോ. താതനും അതുപോൽ സുധനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദിമുതൽക്കേ എന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ആമേൻ. ഹല്ലേലൂയ പാടിടുന്നേ, ഹല്ലേലൂയ 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 പാടിടുന്നേ, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. അധ്യായം 17 വാക്യങ്ങൾ 11 മുതൽ. ജെറൂസലമിലേക്ക് യാത്ര ചെയ്യുമ്പോൾ ഈശോ സമരിയയ്ക്കും ഗലീലയ്ക്കും മധ്യേ കൂടെ കടന്നു പോകുകയായിരുന്നു. അവനൊരു ഗ്രാമത്തിൽ പ്രവേശിച്ചപ്പോൾ അകലെ നിന്നിരുന്ന 10 കുഷ്ഠരോഗികൾ അവനെ കണ്ടുമുട്ടി. അവർ സ്വരമുയർത്തി ഈശോയെ, ഗുരു, ഞങ്ങളിൽ കനിയണമേ എന്നപേക്ഷിച്ചു. അവർ കണ്ടപ്പോൾ അവന് പറഞ്ഞു, പോയി നിങ്ങളെ തന്നെ പുരോഹിതന്മാർക്ക് കാണിച്ചു കൊടുക്കുവിൻ. പോകും വഴി അവർ ശുദ്ധരാക്കപ്പെട്ടു. അവരിൽ ഒരുവൻ താൻ രോഗവിമുക്തനായി എന്ന് കണ്ട് വലിയ സ്വരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് തിരിച്ചു വന്നു. അവൻ ഈശോയുടെ കാൽക്കൽ കമിഴ്ന്ന വീട് നന്ദി പറഞ്ഞു. അവൻ ഒരു സമരിയാക്കാരനായിരുന്നു. ഈശോ ചോദിച്ചു, 10 പേരല്ലേ ശുദ്ധരാക്കപ്പെട്ടത്? ബാക്കി 9 പേരെവിടെ? തിരിച്ചു വന്ന് ദൈവത്തിന് മഹത്വം കൊടുക്കാൻ ഈ വിജാതിനല്ലാതെ മറ്റാരും കണ്ടില്ലല്ലോ. അനന്തരം ഈശോ അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോ മിശിഹായിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ, യുവജന സുഹൃത്തുക്കളെ, കുഞ്ഞുമക്കളെ, കൈത്താക്കാലത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ
ഒരു ആത്മീയ യജ്ഞത്തിൻ്റെ ഭാഗമാണ് കൈത്താക്കാലം എന്ന് നമ്മൾ പറയുക. കാരണം ക്രൈസ്തവരായ നമ്മെ സംബന്ധിച്ചോളം ജീവിതത്തിൽ ലഭിച്ചതിന് നന്ദി പറയുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടവരാണെന്ന് സുവിശേഷം ഇന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ ജീവിതം കൃതജ്ഞയുടെ ഒരു ജീവിതമാണ്. അവർ ലൈഫ് ഇസ് എ ലൈഫ് ഓഫ് താങ്ക്സ് ഗിവിങ്. ഈ കാലഘട്ടത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ നമുക്കറിയാം എത്രമാത്രം കരുതലോടെയാണ് ദൈവം ഓരോ ദിവസവും നമ്മെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും കാത്തുപരിപാലിക്കുകയും ഒക്കെ ചെയ്യുക. ഇന്നത്തേക്ക് ലോക്ക്ഡൗൺ ആരംഭിച്ചിട്ട് ഏകദേശം 5 മാസങ്ങളായിരിക്കുകയാണ്. നമ്മളെല്ലാവരും എത്രയും പെട്ടെന്ന് എല്ലാം സുഖപ്പെട്ട് പുറത്തേക്ക് കടന്നു വന്ന് എല്ലാവരെയും ഒന്ന് കാണണം, ദൈവാലയത്തിലേക്ക് തിരിച്ചു വരണം, പ്രാർത്ഥിക്കണം. ദൈവത്തിൻ്റെ മുമ്പിലായിരുന്നു കൊണ്ട് ഈ കഴിഞ്ഞ 5 മാസങ്ങൾക്കായി നന്ദി പറഞ്ഞ് ബലിയർപ്പിക്കണമൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു തുടക്കമായിട്ടായിരിക്കട്ടെ ഈ ഞായറാഴ്ചത്തെ ഈ സുവിശേഷ വായന നമുക്ക് നൽകുന്ന സന്ദേശം. ജീവിതത്തിൽ നന്ദി ഉള്ളവരായിരിക്കുക. ഇംഗ്ലീഷിൽ നമ്മളെപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് നന്ദി പറച്ചിൽ എന്ന്. ടോണി എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഒരു അപകടത്തിൽ മരിക്കുകയാണ്. മരിച്ച് അവൻ സ്വർഗത്തിലെത്തിയപ്പോഴത്തേക്ക് അവന് വലിയ ഒരു ആഗ്രഹമാണ്, സ്വർഗം മുഴുവനായിട്ട് ഒന്ന് കാണണം എന്ന്. അങ്ങനെ അവനെ സ്വർഗത്തിലേക്ക് സ്വീകരിച്ച മാലാഖയോട് അവൻ ആഗ്രഹം പറഞ്ഞു. മാലാഖ അവനെ സ്വർഗം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുകയാണ്. അങ്ങനെ പോകും വഴി ടോണിയുടെ ശ്രദ്ധ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഒരു ഇരുക്കൂട്ടരായ മാലാഖമാർ വളരെയേറെ കാര്യമായിട്ട് ജോലി തിരക്കിലാണ്. ടോണി അടുത്തൂടെ പോകുന്നത് പോലും അവർ ശ്രദ്ധിച്ചിട്ടില്ല, അത്രമാത്രം ജോലി തിരക്കിലാണ് അവർ. കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് വേറെ ഒരു കൂട്ടർ മാലാഖമാരെ ടോണി കാണുകയാണ്. അവർ അലസരായി കടന്നുറങ്ങുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ടോണിക്ക് ഒരു ചോദ്യം മനസ്സിൽ വന്നു. അപ്പോൾ ഉടനെ ടോണി കൂടെ കൊണ്ടുപോയ മാലാഖയോട് ചോദിച്ചു, കുറച്ച് കൂട്ടർ മാലാഖമാർ വളരെയേറെ ജോലി ചെയ്യുന്നു, എന്നാൽ കുറച്ച് പേര് അലസരായി കടന്നുറങ്ങുകയാണല്ലോ എന്ന്. ഉടനെ മാലാഖ ടോണിയോട് പറയുകയാണ്, ഓരോരുത്തർക്കും അവരുടേതായ പണിയുണ്ട്, അത് മാത്രമേ അവർ ഓരോരുത്തരും ചെയ്യേണ്ടതേ ഉള്ളൂ. മാലാഖ ടോണിയോട് പറഞ്ഞു, എന്താണ് ഈ ഇരുക്കൂട്ടരുടെ പണി എന്ന് ടോണി മാലാഖയോട് ചോദിച്ചു. ടോണിക്കതറിയാൻ വളരെയേറെ ആഗ്രഹമുണ്ടായി. മാലാഖ ടോണിയോട് പറഞ്ഞു, ഭൂമിയിൽ നിന്ന് മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന യാചനകൾ ശേഖരിക്കുകയാണ് ആദ്യത്തെ കൂട്ടർ മാലാഖമാർ. മനുഷ്യനായി ദൈവം നൽകുന്ന നന്മകൾ വിതരണം ചെയ്യുകയാണ് മറ്റേ കൂട്ടരായ മാലാഖമാർ. ഇവരിരു കൂട്ടരും തിരക്കിട്ട പണിയിലാണെന്ന് മാലാഖ ടോണിയോട് പറഞ്ഞു. അപ്പോൾ ടോണി ചോദിച്ചു, ആ മൂന്നാമത്തെ കൂട്ടരായ മാലാഖമാരെന്താണ് അവർക്ക് പണി? അപ്പോൾ മാലാഖ പറയുകയാണ്, കിട്ടിയ നന്മകൾ ഭൂമിയിലെ മനുഷ്യന് പറയുന്ന നന്ദി ശേഖരിക്കുകയാണ് ഈ മൂന്നാമത്തെ കൂട്ടർ മാലാഖമാരുടെ പണി. പക്ഷെ അവർ അലസരായി ഉറങ്ങിക്കഴിയുകയാണ്. അവർക്ക് കാര്യമായ പണി ഒന്നുമില്ലാത്തത് കൊണ്ടാണ് അവർ കടന്നുറങ്ങുന്നത്. ടോണിക്ക് കാരണം കൃത്യമായിട്ട് മനസ്സിലായി. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക്, നന്മകൾക്ക് നന്ദി പറയുന്ന, സ്വീകരിക്കുന്ന ഒരു കൂട്ടരായിരുന്നു ആ മാലാഖമാർ. പക്ഷെ അവർക്ക് ഒരു ജോലിയുമില്ല, കാരണം അവർക്ക് തിരികെ ഒന്നും ലഭിച്ചതുമില്ല. അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത്, ഗ്രാറ്റിറ്റ്യൂഡ് ഇസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ്. നന്ദി ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനോഭാവമാണ്. ഹൃദയത്തിൻ്റെ ഭാഷയാണ് നന്ദി എന്ന് പറയുക. ദൈവം പോലും മനുഷ്യരിൽ നിന്ന് ആകെക്കൂടെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം ഇതാണ്,
എന്നും നന്ദിയുള്ള മനസ്സുള്ള വ്യക്തികളായി മാറുക എന്ന്. ദൈവത്തിന് ഒരു മനുഷ്യഭാവം ഉണ്ടെങ്കിൽ അതുപോലെ തന്നെ മനുഷ്യൻ്റെ ദൈവീക ഭാവത്തിൽ ആണ് ഈ ഒരു നന്ദിയുടെ പ്രകടനം എന്ന് പറയുക. ദൈവത്തിൻ്റെ ഒരു സ്വഭാവം മനുഷ്യന് ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നന്ദിയുടെ ഒരു സ്വഭാവമെന്ന്. അതെന്നും മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പറയുക, താങ്കിങ് ഇസ് തിങ്കിങ്. താങ്കിങ് ഇസ് തിങ്കിങ്. നന്ദി പറയുന്നത് ആരെയെങ്കിലും ഓർക്കുന്ന ഒരു വേളയാണ്. നമുക്ക് ഒരു വ്യക്തിയോട് കടപ്പാടും നന്ദി ഉണ്ടെങ്കിൽ നമ്മൾ ആ വ്യക്തിയെ ഓർക്കും, ആ വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും. അത് നമ്മൾ നന്ദി പറഞ്ഞ അനേക വ്യക്തികളെ ബൈബിളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. വലിയ പ്രളയം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ആ പ്രളയമെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നോഹ ദൈവത്തിന് ബലിയർപ്പിച്ച് നന്ദി പറഞ്ഞു. കല്ലുകൾ കൊണ്ട് ബലിപീഠം ഒരുക്കിയ വിശ്വാസത്തിൻ്റെ പിതാവായ അബ്രാഹം തൻ്റെ ബലി ദൈവം സ്വീകരിച്ചെന്ന് കണ്ടപ്പോഴത്തേക്ക് ദൈവത്തിന് നന്ദി പറയുന്നു. ഇസ്രായേൽ ജനത്തെ നയിക്കാനായി തന്നെ ഭരമേൽപ്പിച്ച മോശ ഓരോ കാര്യത്തിലും ദൈവം കൈപിടിച്ച് നടത്തിയതിനോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്തു വേണം? സങ്കീർത്തനം മുഴുവൻ ദാവീദിൻ്റെ നന്ദിയുടെ പ്രകടനമാണ്. തൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്നു എന്ന് മനസ്സിലാക്കിയ എലിസബത്ത് ഉദരത്തിലുള്ള കുഞ്ഞിനെ വെച്ചുകൊണ്ട് തന്നെ ദൈവത്തെ മഹത്വപ്പെടുത്തി. പിതാവായ ദൈവം ഈ ഭൂമിയിലേക്ക് കടന്നു വരാൻ പോകുന്ന രക്ഷകന്റെ അമ്മയായി തന്നെ തിരഞ്ഞെടുത്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ എളിയവരായ പരിശുദ്ധ അമ്മ ദൈവത്തിന് സ്തോത്രഗീതം ആലപിച്ചുകൊണ്ട് ദൈവത്തിന് നന്ദി പറഞ്ഞു. അതിലൊക്കെ ഉപരിയായി താൻ ചെയ്ത ഓരോ പ്രവൃത്തികൾക്ക്, താൻ നടത്തിയ ഓരോ അത്ഭുതങ്ങൾക്ക് ഈശോ നന്ദി പറഞ്ഞിട്ടാണ്, ദൈവത്തിന് നന്ദി പറഞ്ഞിട്ടാണ് ഓരോ കാര്യത്തിലേക്കും പ്രവേശിച്ചത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കിങ് ഇസ് തിങ്കിങ് എന്ന് പറഞ്ഞത്. നന്ദി പ്രകാശിക്കുവാൻ പിശുക്ക് കാണിക്കുന്ന ഒരു ലോകത്താണ് നാം എല്ലാവരും ആയിരിക്കുക. ഏറ്റവും വലിയ പിശുക്ക് എന്ന് പറയുന്നത് നന്ദി പ്രകടനമാണ്. അതുകൊണ്ടാണ് നമുക്കറിയാം, നമ്മുടെയൊക്കെ പള്ളികളിലെ പാരിഷ് ഡേ സെലിബ്രേഷൻസിൽ വോട്ട് ഓഫ് താങ്ക്സിൻ്റെ ഭാഗം വരുമ്പോഴത്തേക്ക് ഏറ്റവും കുറഞ്ഞ ആൾക്കാർ മാത്രമേ വോട്ട് ഓഫ് താങ്ക്സിൻ്റെ ബാക്കി ഉണ്ടാവുള്ളൂ. കാരണം നന്ദി ആ സമയത്ത് ഒരു ലുത്തിനിയ പോലെ കടന്നു വരും എന്നെല്ലാവർക്കും അറിയാം. അത് കേൾക്കാനോ അത് സ്വീകരിക്കാനോ അംഗീകരിക്കാനോ പലപ്പോഴും നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടാണ് വോട്ട് ഓഫ് താങ്ക്സ് എന്ന കമ്പയറർ പറയുമ്പോൾ തന്നെ അവിടെ ഇരിക്കുന്ന പലരും എഴുന്നേറ്റ് പോകും. കാരണം അത് ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ലല്ലോ എന്ന് വിചാരിച്ച്. അതുകൊണ്ടാണ് ഞാൻ പറയാൻ കാരണം, നന്ദി എന്ന് പറഞ്ഞാൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ പിശുക്ക് പിടിച്ച ഒരു കാര്യമാണ്. നമുക്കൊക്കെ അത് വലിയ ഒരു വിഷമത്തിൻ്റെ കാര്യമാണ്. ഇവിടെയാണ് ഈശോ നമുക്ക് ഇന്ന് വലിയ ഒരു സന്ദേശം നൽകുന്നത്. ഇവിടെയാണ് ആ സുഖപ്പെട്ട രോഗി നമുക്ക് വലിയ ഒരു മാതൃകയാകുന്നത്. ജീവിതത്തിൽ എന്നും കൃതജ്ഞയുള്ള വ്യക്തികളായി നമ്മൾ ആയിരിക്കുക എന്ന് നമ്മെ പഠിപ്പിക്കുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. എത്രമാത്രം കാര്യത്തോടെയാണ് ദൈവം നമ്മളെയൊക്കെ കാത്തുപരിപാലിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നത്. യാതൊരു പരാതിയും പരിഭവമില്ലാതെ നമ്മളെപ്പോഴും കൃതജ്ഞയുള്ള വ്യക്തികളായി ജീവിക്കണമെന്ന സുവിശേഷം ഉറപ്പിക്കുകയാണ്. ഞാൻ പേപ്പൽ സെമിനാരി പഠിച്ച കാലഘട്ടത്തിൽ നമ്മുടെ തന്നെ രൂപതയിലെ ഒരു ഇടവകയിൽ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ചയും പാസ്റ്റൽ മിനിസ്ട്രിക്ക് പോകുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം പാസ്റ്റൽ മിനിസ്ട്രിക്ക് പോയി തിരിച്ചു വരുന്ന വഴി പൂനെ രൂപതയുടെ കത്തീഡ്രൽ പള്ളിയായ സെൻറ്റ് പാട്രിക്സ് കത്തീഡ്രൽ പള്ളിയിലേക്ക് ഒന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ കയറി. അങ്ങനെ കയറിയപ്പോഴത്തേക്ക് പള്ളിയിൽ ഒരമ്മയും ഒരു കുഞ്ഞും അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. അവരവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ച ഒരു കാര്യം, അമ്മയും കുഞ്ഞും കൂടെ വളരെ മനോഹരമായിട്ട് ഒരു ഗാനം ആലപിക്കുകയാണ്. ദൈവസ്നേഹം വർണ്ണിച്ചിടാം വാക്കുകൾ പോരാ എന്നുള്ള ഗാനം മനോഹരമായിട്ട് സന്തോഷത്തോടെ അമ്മയും കുഞ്ഞും പാടുകയാണ്. എൻ്റെ ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കാരണം ഇത്രമാത്രം സന്തോഷത്തോടെ അവർ പാടാൻ അവർക്ക് സാധിക്കുന്നുണ്ടല്ലോ എന്നോർത്ത്. അത് കഴിഞ്ഞ് അവർ പള്ളിയിൽ നിന്ന് പുറത്തേക്ക് പോയപ്പോൾ ആകാംക്ഷയോടെ ഞാൻ അവരെ ഒന്ന് പിന്തുടർന്നു.
എന്നിട്ട് അവരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് രണ്ടുപേരും ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്, ഈ മകന് വികലാംഗത ഉള്ള ഒരു മകനാണ്. എന്നിട്ട് പോലും അമ്മയുടെയും മകൻ്റെ മുഖത്ത് സന്തോഷവും ആനന്ദവും. എന്നിട്ട് പോലും ജീവിതത്തിൽ ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അമ്മയും മകനും. സ്നേഹമുള്ളവരെ, വീട്ടിനകത്തായിരിക്കുമ്പോഴും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാത്തപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ ദൈവം കാത്തുപരിപാലിക്കുന്നു, സംരക്ഷിക്കുന്നു. എന്നും ദൈവത്തിന് നന്ദി പറഞ്ഞ് ജീവിക്കേണ്ട വ്യക്തികളാണ് നമ്മൾ ഓരോരുത്തരും. ഈ പരിശുദ്ധ ബലി നമുക്കറിയാം, നമ്മുടെ വിശുദ്ധ കുർബാന തന്നെ ആരംഭം മുതൽ അവസാനം വരെ കൃതജ്ഞയുടെ ഒരു ബലിയാണ്. നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് സർവാധിപനാം ഈശോയെ എന്ന് ആവർത്തിച്ച് പാടും. അത് കഴിഞ്ഞ് നമ്മൾ പറയും, ശബ്ദമുയർത്തി ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തും. താതനും അതുപോലെ പാടിക്കൊണ്ട് ത്രിത്വേക ദൈവത്തിന് നമ്മൾ നന്ദി പറയും. വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം ഏറ്റുപറഞ്ഞുകൊണ്ട് പൂജ്യമായിടും എന്ന് പാടിക്കൊണ്ട് ദൈവത്തെ നമ്മൾ മഹത്വപ്പെടുത്തും. അവസാനം എല്ലാം നൽകിയ ദൈവത്തിന് കർത്താവെ നന്ദി പറഞ്ഞുകൊണ്ട് ആശീർവാദം സ്വീകരിച്ചാണ് നമ്മൾ കടന്നു പോകുക. ഈ വിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഓർക്കാം, ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ അടുക്കൽ വരുന്ന വ്യക്തികളോട് എപ്രകാരമുള്ള ഒരു മനോഭാവമാണ് പുലർത്തുന്നത്. അവനും അവളും വഴിയായി എൻ്റെ ജീവിതത്തിൽ അനേക നന്മകൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അത് എൻ്റെ ഭാര്യയാകാം, എൻ്റെ ഭർത്താവാകാം, എൻ്റെ മക്കളാകാം, എൻ്റെ കൂടപ്പറപ്പുകളാകാം, എൻ്റെ കൂട്ടുകാരാകാം. പക്ഷേ നമുക്കറിയാം, ഇന്നത്തെ ലോക അവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. നന്ദി നമ്മൾ പ്രകാശിപ്പിക്കേണ്ട വ്യക്തികളൊക്കെ, നമ്മുടെ മാതാപിതാക്കളൊക്കെ ഇന്ന് ആതുരാലയങ്ങളിലേക്ക് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ പഠിപ്പിച്ച് വളർത്തിയ ഗുരുഭൂതന്മാരോട് പോലും ഇന്നൊരു ബഹുമാനമില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. നമ്മെ വേണ്ട നേരത്ത് സഹായിച്ച വ്യക്തികളെ പോലും ഓർക്കാൻ പോലും മനസ്സില്ലാത്ത ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുക. മനസ്സിലൊരു പേടിയാണ്. അവൻ അവൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അവൻ അവൾ എന്തെങ്കിലും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, ആര് എന്ത് പ്രതീക്ഷിച്ചാലും ദൈവത്തിന് നന്ദി പറഞ്ഞ് മുന്നേറുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ നമ്മെ പഠിപ്പിക്കുന്ന കാര്യം അതാണ്. താൻ അപ്പം വർദ്ധിച്ചപ്പോൾ, തൊട്ട് സുഖപ്പെടുത്തിയപ്പോൾ, കരുതലോടെ കണ്ടപ്പോൾ, മരണത്തിൽ നിന്ന് ഒരാളെ ഉയർത്തിയപ്പോൾ പിതാവായ ദൈവത്തിന് അവൻ നന്ദി പറഞ്ഞു. നമ്മുടെ ജീവിതത്തിലും ആ നന്ദിയുടെ മനോഭാവം നമുക്ക് ഓർക്കാം. താങ്കിങ് ഈസ് തിങ്കിങ്. നന്ദി പറയുമ്പോൾ ദൈവത്തെ നമ്മൾ ഓർക്കുകയാണ്. ഈ വിശുദ്ധ കുർബാന നന്ദിയുടെ ഒരു കൃതജ്ഞയുടെ ഒരു അവസരമായി മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ബലി തുടരാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടി നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. രക്ഷകനായ മിശിഹായെ, നിന്റെ ദിവ്യരക്തത്താൽ നീ വീണ്ടെടുക്കുകയും രക്തസാക്ഷികളുടെ ചുടുനിണത്താൽ പരിപോഷിപ്പിക്കുകയും ചെയ്ത സഭയ്ക്ക് പ്രയാസങ്ങളും എതിർപ്പുകളെയും നേരിടുന്നതിനും നിന്റെ ദിവ്യ ദൗത്യം വിജയപ്രദമായി തുടരുന്നതിനും ശക്തി നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സഭയോടൊത്ത് ചിന്തിക്കുവാനും അവളുടെ പ്രവർത്തനങ്ങളിൽ കഴിവത്തുവിധം പങ്കാളികളാകുവാനുമുള്ള സന്മനസ് ഞങ്ങളുടെ ജനത്തിന് നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നിന്റെ ആദർശങ്ങൾക്കൊത്ത് സത്യസഭയെ ധീരമായി നയിക്കുവാൻ ഞങ്ങളുടെ പരിശുദ്ധമാർ ഫ്രാൻസിസ് മാർപ്പാപ്പയെയും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ജോർജ് മെത്രാപ്പൊലിത്തയെയും ഞങ്ങളുടെ മേലധ്യക്ഷനും പിതാവുമായ മാർ തോമസ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. വിവിധ സഭകൾ തമ്മിൽ പരസ്പര ധാരണയും ഐക്യവും വളർത്തി ഏക സത്യവിശ്വാസത്തിൽ അവയെ പരിരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. സ്വർഗസ്ഥനായ പിതാവ് പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന് പഠിപ്പിച്ച കർത്താവെ, നിരന്തരം വിശുദ്ധിയിൽ വളരുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. പ്രതികൂല സാഹചര്യങ്ങളിലും സുവിശേഷം പ്രസംഗിക്കുവാനും വചനത്തിന് സാക്ഷികളാകുവാനും ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. അനുദിന ജീവിതത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞ് ദൈവത്തെ പുകഴ്ത്തുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ.
രോഗികളെ സുഖപ്പെടുത്തുന്ന കർത്താവെ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരെ ശുശ്രൂഷിക്കുന്നവരെ രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ സഹായിക്കുകയും കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സകലരെയും കാത്തുരക്ഷിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കൃപയുണ്ടാകണമേ. നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. വിശുദ്ധിയിലേക്ക് ഞങ്ങളെ വിളിക്കുകയും പ്രിയപുത്രനിലൂടെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യുന്ന കർത്താവെ, ഞങ്ങൾ വിനയപൂർവ്വം സമർപ്പിക്കുന്ന ഈ യാചനകളങ്ങ് സദയം സ്വീകരിക്കണമേ. പ്രതികൂല സാഹചര്യങ്ങളും സുവിശേഷ ജീവിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമേ. അനുദിനം നിരവധി നന്മകൾ സ്വീകരിക്കുന്ന ഞങ്ങൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ വ്യാപരിക്കുന്നതിനും സഹായിക്കുകയും ചെയ്യണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. സകലത്തിൻ്റെ നാഥനായ ദൈവം തന്റെ കൃപാസമൃദ്ധ കടങ്ങളുടെയും പാപങ്ങളുടെയും കര കഴുകി കളയട്ടെ. കർത്താവ് നമ്മുടെ കൃപയാലും അനുഗ്രഹത്താലും നമ്മുടെ പാപങ്ങളുടെ മാലിന്യം തുടച്ചു നീക്കുകയും ചെയ്യട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. കർത്താവിൻ തിരുമേനിണവുമേതാ പാവന ബലിപീഠേ സ്നേഹഭയങ്ങളോടണയുകനാ അഖിലരുമൊന്നായി സന്നിധിയിൽ വാനവനിരയോടു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യോസേഫിൻ്റെയും സ്മരണ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ആദിമുതൽ എന്നേക്കും ആമേൻ. ദേവപുത്രന്റെ സ്ലിഹാന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനം ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവജനമെല്ലാം ആമേൻ ആമേൻ ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെ സ്മരണയോടുകൂടി നമ്മുടെ പിതാവായ മാർത്തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിങ്കൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടെ, നമ്മുടെ രാജാവ് നമ്മോടുകൂടെ, നമ്മുടെ ദൈവം നമ്മോടുകൂടെ, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും നിന്റെ സുസ്ഥിരകമായ ഉദ്ധാനം വഴി നീ മഹത്തിന്റെ പ്രതീക്ഷയിൽ മരിച്ചവരെല്ലാവരും നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി നിശ്ചയമായും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെ നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടിക്കുമുള്ള യോഗ്യനെല്ലാം പിതാവിനെ ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിലുള്ള സത്യദൈവവും പിതാവിനോട് സത്യവുമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യാമറിയത്തിന്റെ ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും ശ്രീവായിട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗ്ഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും പരിപാലിക്കുന്നു. പിതാവിന് പുത്രനും പുറപ്പെടുന്ന സത്യാത്മാവും ജീവിതവുമായ ഏകപരിശുദ്ധാത്മാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്നേഹവും സഹോദരമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനവും മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സുകൾ ഏറ്റുപറയുകയും ചെയ്യുന്നു.
ആമേൻ. സകലത്തിൻ്റെ നാഥനായ ദൈവം തൻ്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടി. പാത്രികസമാരും മെത്രാന്മാരുമായ നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രിപുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മ ആചരിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിൽ ദ്വിജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണം എൻ്റെ സഹോദരരെ. കുർബാന എൻ്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ അപേക്ഷ നിറവേറ്റുവാൻ നമ്മെ ശക്തരാകട്ടെ. ഈ കുർബാനയോട് സ്വീകരിക്കട്ടെ. അങ്ങേക്ക് ഞങ്ങൾക്ക് ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷക്തന്റെ ശരീരവിര ശുശ്രൂഷരാകുവാൻ എളിവരും പാപികളുമായിരുന്നിട്ട് ഞങ്ങൾ അങ്ങേ കാരുണ്യത്താൽ യോഗ്യരാക്കി. അങ്ങ് നൽകി ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. സമാധാനം നിങ്ങളോട് കൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരരെ, സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവിൻ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശുദ്ധിയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരപൂർവ്വം നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ചു വീക്ഷിക്കുവിൻ. ഭയഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതൻ തൻ്റെ മധ്യസ്ഥം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായി ഏകാഗ്രതയോടും ഭക്തിയോടും കൂടെ നിങ്ങൾ ദൃഢത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബെന്നിവർത്തൻ ദൈവമേ നിത്യം ആരാധ്യൻ രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിപ്പൂ. ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ.
സമാധാനം നമ്മോടുകൂടി. കണ്ണുകളടച്ച് കൈകൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കർത്താവേ, ഞങ്ങളുടെ മനസ്സിനെ എല്ലാ അശുദ്ധതയിലും ദുഷ്ടതയിലും അസൂയയിലും വഞ്ചനയിലും വിദ്വേഷത്തിൽ നിന്ന് വിമുക്തമാക്കണമേ. അങ്ങയുടെ കരുണയാൽ തമ്മിലും മറ്റെല്ലാവരോടും സ്നേഹവും ഐക്യവും ഞങ്ങളിൽ ഉളവാക്കണമേ. വിശുദ്ധവും സജീവവുമായ ഈ തിരുക്കർമ്മം പ്രത്യാശപുരം അനുഷ്ഠിക്കുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യം നൽകുകയും ചെയ്യണമേ. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ പതിനായിരങ്ങളും മഹോന്നങ്ങി കുമ്പിട്ട് ആരാധിക്കുന്നു. അഗ്നിയന്മാരും അരുവികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരുവികളുമായ ക്രോവേന്മാരോടും ശ്രാപ്പേന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേയ്ക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു. ഒന്നായുച്ചസ്വരത്തിലവർ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ പാടുന്നു. ദൈവം നിത്യമഹത്വത്തിൻ കർത്താവെന്നും പരിശുദ്ധൻ, ബലവാനീശൻ പരിശുദ്ധൻ, മണ്ണും വിണ്ണും നിറയുന്നു. മന്നവനവനുടെ മഹിമകളാൽ ഉന്നത വീതിയിലോശാന, ദാവീദിൻ സുധനോശാന. കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുമോലും ധന്യൻ. ഉന്നത വീതിയിലോശാന, ഹോശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോടുകൂടെ അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത സമർപ്പിക്കുന്നു. അങ്ങയിൽ മറിഞ്ഞിരിക്കുന്ന ആത്മചാതുരും അങ്ങയുടെ സദർശനം, അങ്ങയുടെ പ്രകാശവും അങ്ങയുടെ സത്യയുടെ പ്രതിച്ഛായമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയിലുള്ള സമാനകാര്യമായി പരിഗണിക്കാതെ അവിടുന്ന് തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള അമർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തിന് പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അതിനുദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ സ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ രഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. കർത്താവായ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ പീഡാനുഭവത്തിന്റെ സ്മരണ ഞങ്ങൾ ആചരിക്കുന്നു. താൻ ഏൽപ്പിച്ച് കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർബലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധനായ പിതാവേ അങ്ങയുടെ പക്കലേക്ക് കണ്ണുകളുയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായി നിങ്ങൾക്ക് വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയുമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു, ഇത് പാപമോചനത്തിനായ അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നു പുതിയ ഉടമ്പടിയിലെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതൊന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ.
കർത്താവെ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ എളിവരും ബലഹീനരും ആകുലരുമായി ദാസർ നിന്റെ തിരുസന്നിധിയിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നന്ദി പ്രകാശിപ്പിക്കുവാൻ കഴിയാത്ത വിധം അത്ര വലിയ അനുഗ്രഹമാണ് നീ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിന്റെ ദൈവീക ജീവനിൽ ഞങ്ങളെ പങ്കുവരാക്കുവാൻ നീ ഞങ്ങളുടെ മനുഷ്യ സ്വഭാവം സ്വീകരിക്കുകയും അത് പതിച്ചു പോയി ഞങ്ങളെ സമുദ്രിക്കുകയും ബദറായി ഞങ്ങളെ ജീവിപ്പിക്കുകയും ചെയ്തു. പാപികളായി ഞങ്ങളുടെ കടങ്ങൾ ക്ഷമിച്ച് വിശുദ്ധീകരിച്ച് ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഞങ്ങളുടെ ശത്രുക്കളെ പരാജിതരാക്കി ഞങ്ങളുടെ ബലഹീനമായ പ്രകൃതിയെ നിന്റെ സമൃദ്ധമായ അനുഗ്രഹത്താൽ മഹത്വമണിയിക്കുകയും ചെയ്തു. നീ ഞങ്ങൾക്ക് നൽകിയ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ നിനക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവാൻ സമാധാനം നമ്മോട് കൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമായിലെ മാർ ഫ്രാൻസിസ്കോസ് മാർപ്പാപ്പായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ സഭയുടെ പിതാവും മേലധ്യക്ഷനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ ഗീവർഗീസ് മെത്രാപ്പോലീത്തായ്ക്ക് വേണ്ടിയും ഞങ്ങളുടെ പിതാവും മേലധ്യക്ഷനുമായ മാർ തോമസ് മെത്രാന് വേണ്ടിയും വിശുദ്ധ കത്തോലിക്ക സഭ മുഴുവനു വേണ്ടിയും പുരോഹിതന്മാർ, സമർപ്പിതരന്മായ പ്രേക്ഷിതർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ എന്നിവർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്ത്രീഹന്മാരുടെയും രക്തസാക്ഷികളുടെയും അന്നകരുടെയും ബഹുമാനത്തിന് വേണ്ടിയും അങ്ങയുടെ സന്നദ്ധിയിൽ പ്രീതനമാമിതം വർദ്ധിച്ച് നീതിമാന്മാരും വിശുദ്ധരുമായ എല്ലാ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും വേണ്ടിയും ഞങ്ങളുടെ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോയ എല്ലാ മരിച്ചവർക്ക് വേണ്ടിയും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശരം കാത്തിരിക്കുന്ന ഈ ദൈവജനത്തിന് വേണ്ടിയും ഞങ്ങളുടെ ഓരോരുത്തരുടെ പ്രാർത്ഥനാ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്ക് വേണ്ടിയും അയോഗ്യനും പാപിയും ബലഹീനനുമായ എനിക്ക് വേണ്ടിയും ഈ കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, കുർബാന സ്വീകരിക്കണമേ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃകാപരമായി സ്വീകരിച്ച അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി ഇപ്പോൾ തിരുസന്നിധിയിൽ നിൽക്കുന്നു. ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉദ്ധാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിനകവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോട് കൂടെ. Let us all bow our heads and pray for the coming of the Holy Spirit. കർത്താവേ, നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ. നിന്റെ ദാസരുടെ കുർബാനയുടെ നാവസത്തിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങളുടെ കടങ്ങളുടെ പൊറുതിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും നിന്നെ പ്രീതിപ്പെടുത്തി എല്ലാവരോടും ഒന്നിച്ച് സ്വർഗരാജ്യത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. കർത്താവായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി അങ്ങയുടെ മഹനീയവും വിസ്മയരക്ഷാപദ്ധതിയെക്കുറിച്ച് അങ്ങേ ഞങ്ങൾ നിരന്തരം പ്രകീർത്തിക്കുന്നു. അങ്ങയുടെ അഭിഷേകത്തിൻ്റെ അമൂലക്കത്താൽ രക്ഷിക്കയുടെ സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. സജീവവും പരിശുദ്ധവും ജീവദായകയുടെ നാമത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്വ വിധം എന്നോട് ദയ തോന്നേണമേ. അങ്ങയുടെ കാരുണ്യത്തിൽ അങ്ങയുടെ സമൃദ്ധമായി എൻ്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങൾ അയോഗ്യരാകുന്നു, ഞങ്ങൾ ഓരോരുത്തരും തീർത്തും അയോഗ്യരാകുന്നു. എങ്കിലും സ്ഥിരവും പരിശുദ്ധവും ജീവദായകവും ദൈവീകമായ രഹസ്യങ്ങളിലേക്ക് അങ്ങയുടെ കാരുണ്യം ഞങ്ങളെ അടുപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്ത് നിറയതും ലോകത്തിൽ മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഭക്ഷിക്കുന്നവരും മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും.
ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോദൻ ശിഷ്യനെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകിടുമപ്പം ഞാൻ സ്നേഹമോടെന്നെ കൈക്കൊള്ളുവോ, എന്നിൽ നിത്യം ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ശരീരരക്തങ്ങളുടെ രഹസ്യങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്താദികളോട് സമീപിക്കാം. അനുതാപതളവാക്കുന്ന ശരണത്തോടെ അപരാധങ്ങളിൽ നിന്ന് പിന്തിരിച്ചുകൊണ്ടും പാവങ്ങളെക്കുറിച്ച് പ്രശാപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിനെയും നാഥനായ ദൈവത്തോട് കൃപയും പാമോചനം യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കളഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസാക്ഷി ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിധവേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പവിത്രയ്ക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടെ ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവെ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനും കാരണമാകട്ടെ. എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് നൽകിയ മനോവിശ്വാസത്തോടു കൂടെ അങ്ങയുടെ സന്നദ്ധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്ന വദനരും നിഷ്കളങ്കരമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപി ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യം ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. വിശുദ്ധ കുർബാന വിശുദ്ധ ജനത്തിനുള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകറൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരും അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും സമ്പൂർണമാകട്ടെ, ഇപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സ്വർഗ്ഗത്തിലുള്ള വിശ്വാസത്തോടെ ദൈവത്തിന്റെ ശരീരം സ്വീകരിക്കാനും അവിടുത്തെ രക്തം പാനം ചെയ്യാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. അരൂപിക്കെടുത്ത് ദിവ്യകാരുണ്യ സ്വീകരണ സമയമാണ്. ഈ സമയം ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലുക. യുവാക്കൾക്കും കുട്ടികൾക്കും വേണ്ടിയിട്ട് സ്ക്രീനിൽ ഇംഗ്ലീഷിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കുന്നതാണ്. സ്നേഹനിധിയായ ഈശോയെ, സ്നേഹനിധിയായ ഈശോയെ, പരിശുദ്ധ കുർബാനയിൽ സത്യമായും സജീവവുമായും അങ്ങ് സന്നിധനായിരിക്കുന്നുവെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാറ്റിനേക്കാളും ഉപരിയായി ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അങ്ങേ എൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ ഇപ്പോൾ
ഇപ്പോൾ അങ്ങയെ എന്നാൽ ഇപ്പോൾ അങ്ങയെ കൗദാശികമായി സ്വീകരിക്കുവാൻ ഔദാശികമായി സ്വീകരിക്കുവാൻ എനിക്ക് അസാധ്യമാകയാൽ എനിക്ക് അസാധ്യമാകയാൽ ഈശോയെ ആത്മീയമായി അങ്ങന്റെ ഹൃദയത്തിൽ വന്ന് വസിക്കണമേ. അങ്ങിപ്പോൾ എന്റെ ഹൃദയത്തിൽ എഴുന്നള്ളി വന്ന് ഞാൻ വിശ്വസിച്ച് ഏറ്റുപറയുന്നു. പറയുന്നു, അങ്ങുമായി ഐക്യത്തിൽ ജീവിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകന്നു പോകുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താം. സ്നേഹത്തൂവാല കൊണ്ടു തുടയ്ക്കാം എൻ്റെ ഈശോയെ നിൻ പൂമുഖം. സ്നേഹപ്പൂമാല ഞാൻ കൊരുക്കാം ഈശോയെ നിൻ മാറിൽ ചാർത്താം. വാവാ സ്നേഹരാജാവേ, എന്നെന്നും എന്നുള്ളിൽ വാഴാം. വാവാ സ്നേഹത്തിൻ പൂനിലാവേ, എന്നുള്ളിൽ വെൺശോഭയേകാം. നിത്യവിരോധനായ ഈശോ, അങ്ങേ ദാസന്മാരായ വൈദികർക്ക് യാതൊരു ആപത്തും വരാതെ അങ്ങയുടെ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങയുടെ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്ന അവരുടെ പുഷ്പപടകങ്ങളെ മലിനമാക്കാതെ കാക്കണമേ. അങ്ങയെ വിലയേർത്തിയ രക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരത്വത്തിൻ്റെ മഹിനമുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കളിൽ അകറ്റണമേ. അങ്ങയോട് കൂടെ ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചേർക്കുവാനും അവർ സദാ ഉത്സുകരാകട്ടെ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിലവരുടെ ആനന്ദവും ആശ്വാസവും പരിതൃത സൗഭാഗ്യമോഹടവുമായി തീരട്ടെ. ലോകരക്ഷകനായ ഈശോ, അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷകരെയും ശുദ്ധീകരിക്കണമേ. കർത്താവെ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസികളെയും ആത്മായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ കന്യാമറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുക്കുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. വിശുദ്ധ ചാവറയച്ച, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വിശുദ്ധ കൊച്ചുദ്രേസ്യായേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരത്താൽ ശ്രുതിയും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ ഈ രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുകൊള്ളുവാൻ യോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ദിവ്യരഹസ്യങ്ങളുടെ ദൈവിക ജീവനിൽ ഞങ്ങളെ പങ്കുകാരാക്കി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അവരുടെയുമായ ദാനത്തെക്കുറിച്ച് നിരന്തരം അങ്ങയെ സ്തുതിക്കുവാനും സ്വർഗവാസിലൂടെ അങ്ങയെ പുകഴ്ത്തുവാനും ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവേ, ആശീർവദിക്കണമേ. ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ മിശിഹായെ, സുത്യർഹവും പരിശുദ്ധവും ജീവദായകമായ രഹസ്യങ്ങൾ വഴി
നീ ഞങ്ങളുടെ ഈ കടങ്ങളും പാപങ്ങളും പൊറുക്കുകയും അപരാധങ്ങൾ ക്ഷമിക്കുകയും ചെയ്തു. വിശ്വാസം വഴി നിനക്ക് വിധേയരായി ജീവിക്കുവാനും പ്രത്യാശയോടെ നിന്റെ നാമം വിളിച്ചപേക്ഷിക്കുവാനും സ്നേഹത്തിൻ്റെ സൽഫലം പഠിപ്പിക്കുവാനും ഞങ്ങളെ ശക്തരാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവാം മിശിഹാവഴിയാ ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാം സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭാഗ്യമാർന്നിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. മാമോദീസ വഴിയായി ദൈവം നൽകി നവജീവൻ. ദാനവരങ്ങളിലഖിലേശൻ പങ്കാളികളായി തീർത്തല്ലോ. തിരുവചനത്താൽ കനിവോടെ ധന്യത നൽകി ലോകത്തിൽ സുവിശേഷത്തിനു സാക്ഷികളാ ജീവിത വീതിയിൽ നീങ്ങിടുവിൻ. വിശ്വാസത്തിലധിഷ്ഠിതമാ നല്ല കുടുംബം തീർത്തെന്നും സഭയുടെ നിസ്തുല ചൈതന്യം പാരിതിനെല്ലാം നൽകിടുവിൻ. രക്ഷക കൃപയും താതൻ തൻ സ്നേഹവുമൊപ്പം റുഹാതൻ സഹവാസവുമുണ്ടാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണ ബലിപീഠമേ സുസ്ഥിയും ഞങ്ങളുടെ കർത്താവിന്റെ കൃപമേ സുസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ പ്രത്യേകം പാവങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ബലിയർപ്പിക്കുവാൻ ഞാൻ വരുമ്പോൾ എനിക്ക് അറിഞ്ഞുകൂടാ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളെ ശിക്ഷരതെന്ന് ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എല്ലാവർക്കും നല്ല ഒരു ഞായറാഴ്ച ആശംസിക്കുന്നു. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ.
എനിക്കേകിടും ദയാനിധേ, യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോരു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലും നീ എനിക്കേകിയോരു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തൊരു നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു.